അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അന്നിപ്പം ഒരു ഈവനിങ് വ്ളോഗ് ആണ് ഇന്നത്തെ വീഡിയോ. ഒരു അടിപൊളി വീഡിയോ ആണ്, ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് കാണുക അല്ലേ. ഞങ്ങൾ ഉള്ളപ്പം ഒരു ഈവനിങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാന്ന് വെച്ച്. അപ്പൊ നേരെ നമുക്ക് വീട്ടിലിട്ടോ. ഇതെന്താണ്? എന്നതാ അത്? പറയേ. അത് നമ്മുടെ മാളക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വന്നാണ്. കുട്ടമ്മോൻ ഇപ്പം പോയി എടുത്തോണ്ട് വന്നാണ്. എന്നാന്ന് മാത്രം പറയല, പറയേണ്ട സമയമാകുമ്പോ പറയും. എന്നാ ഞാൻ അതിപ്പോ പൊട്ടിക്കും. മര്യാദ തന്നു. 2 ദിവസം കഴിഞ്ഞേ തുറക്കുള്ളൂ. കഥ തുറക്കടാ. 2 ദിവസം കഴിഞ്ഞ് കാണിക്കും. ഇല്ല, പൂട്ടിയിട്ടവൻ. ഇതന്നെ കുട്ടമ്മോൻ സാമ്പ്രാണി മേടിച്ചോണ്ടാ. നല്ല മണം, നല്ല മണം അല്ലേ? നല്ല സൂപ്പർ മണം. അതിന്റെ അകത്ത് തീപ്പെട്ടിയും കാണും. നിങ്ങൾ ലാഭം നോക്കിയാൽ മേടിക്കുന്ന സാമ്പ്രാണി മണം നോക്കിയല്ലേ? അങ്ങനെയൊന്നുമില്ല, പപ്പായ ഇഷ്ടമുള്ള മേടിച്ചിട്ട് നല്ല മണമുള്ള നോക്കി. ആണോ? അമ്മ പായസം വെക്കുന്നുണ്ടോ? പോയി നോക്കിയില്ല. കമ്മോൺ, ആ വെപ്പൊക്കെ കാണണം. എനിക്ക് വേണ്ടി ചക്കപ്പഴം മാറ്റി വെച്ചേക്കുന്ന കേട്ടോ. ചകഞ്ഞ് കളഞ്ഞ് എനിക്ക് വേണ്ടി മാത്രം അമ്മ എടുത്ത് വെച്ചേക്കാണ്. നമ്മള് നാട്ടിൽ വരുമ്പോ നമുക്ക് ചക്കപ്പഴം ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചക്കപ്പഴം മാങ്ങ ഇന്ന് പപ്പ ഇവിടുന്ന് പോയിട്ട് നല്ല പേരക്ക പറിച്ചിട്ട് വന്നു. അത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അത് കാണിക്കാതെ. നല്ല പഴുത്ത പേരക്ക ഇരിപ്പുണ്ട്. ഇപ്പൊ അവിടെ പോവാ? പേരക്ക എടുക്കാൻ പോയതാണോ? എന്താ നല്ല വലുപ്പമുള്ള പേരക്ക വന്നു. നല്ല പേരക്ക. പുഴുണ്ടോ? പുഴുണ്ടോ? പുഴുവൊന്നുമില്ല, അത്യാവശ്യം നല്ല പഴുത്തു. കൊതി തീരെ ഒരു 3 തിന്നു. ബാക്കി 3 ഞാൻ വെച്ചേക്കും നാളത്തേന് തിന്നാൻ വേണ്ടി. ഈ ഫ്രൂട്ട്സിന്റെ പാത്രത്തിൽ ഞാൻ എടുക്കല്ല, അവിടെ എങ്ങാനും വെച്ചാ മതി. ചക്കപ്പഴം നല്ല വരിക്ക ചക്കപ്പഴമാണ്. അന്യായ മധുരമാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ കുരുവാണേലും കറിയൊക്കെ നല്ല 100 കുരുവാ. അതും തിന്നാലേ. അതിന് കൊതി ഒന്നും കൊടുത്ത് പോന്ന വഴിക്ക് തീറ്റയും കൂടി കേട്ടാ പോണേ. ഇവിടെ ഓ. അപ്പൊ ഞാൻ ഒരാളോട് നാട്ടിൽ വന്നപ്പോ പറഞ്ഞു ഓണത്തിന് പായസം വെക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. ഈ ഓണത്തിനല്ലല്ലോ, വിഷുവിന് പായസം വെക്കാൻ വേണ്ടി ഇരുന്നിട്ട് നടന്നില്ല. ഫുള്ള് തിരക്കായിരുന്നു. എന്റെ കുറച്ച് കൂട്ടുകാരും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഫുള്ള് അലമ്പരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പോകുന്നതിന് മുമ്പ് പായസം വെച്ച് തരണമെന്ന്. അപ്പൊ ആണ്ടെ അമ്മ ഇന്ന് പാല് ഒരു ചായ ഇട്ടില്ല, ചായക്ക് പോലെ 1 ഗ്ലാസ് പായസം, സേമിയ പായസമാണ്. എല്ലാം ഇട്ട് ഇളക്കുന്നുണ്ട്. ചുക്കും പൊടിച്ചു വെച്ചിട്ടുണ്ട്, മുന്തിരിയും കശുവണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്, നെയ്ക്കുപ്പി അടുത്തിരിപ്പുണ്ട്. തട്ടിക്കൂട്ട് പായസമാണ്. കുടിച്ച് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറയാം. ഉണ്ടാക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഉണ്ടാക്കുന്ന കണ്ടിട്ടൊരു കുഴപ്പമൊന്നും ഇല്ല. കുഴപ്പമൊന്നല്ല. തട്ടിക്കൂട്ട് പായസം ഒന്നുമല്ല, വെക്കുമ്പോ നല്ല വൃത്തിയായിട്ട് തന്നെ ഞാൻ വെക്കുള്ളൂ. ഞാനിത് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പൊ ഇത് സേമിയൊക്കെ വെന്ത് ചൗരിയൊക്കെ വെന്ത് അതൊക്കെ കുറുകി വരണം. ഇത്രയൊന്നും കാണിയല്ല. അമ്മ ഇതെല്ലാം പേരക്ക് തിന്നുന്നു. ശരിയായി കഴിയുമ്പോ ഞാൻ വിളിക്കാം. വാ പൊള്ളിയല്ലേ? മുമ്പേ ഒന്ന് കുറച്ച് പറക്കോട്ട് പോയി. ആണോ? ഇതിപ്പോ ഞാൻ വറുത്ത് പോയതാ. അന്നേരം പിന്നെയും പറക്കുന്നു. മുന്തിരിയൊക്കെ എണ്ണ നല്ല ടേസ്റ്റ്. പായസത്തിന് എപ്പോഴും നെയ്ക്കാത്ത. ഇന്ന് മാത്രം മഴ പെയ്തില്ല. ഞാൻ വന്നിട്ട് ബാക്കി എല്ലാ ദിവസം മഴയായിരുന്നു. ഉച്ച കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക്. ഇന്ന് രാത്രി പെയ്യായിരിക്കും. നാളെ ഈസ്റ്റർ ആണ്. എല്ലാവരും ഈസ്റ്റർ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ. നാളെ ഈസ്റ്റർ ആണ്. നമുക്കും കുറെ ഏറെ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. സ്ഥലമൊക്കെ പോകാനുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ചുറ്റിപ്പറ്റി ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാകട്ടെ. തീരുമാനം ഒന്നും ആകണ്ട. ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. ഇത്രയും ചെയ്യാൻ അറിയെങ്കിൽ ബാക്കി എനിക്ക് ചെയ്യാം. വിട്ടോ വേണ്ട നീ സഹായിച്ചാൽ ലാസ്റ്റ് കശുവണ്ടി മുന്തിരി കാണത്തിൽ ഇടാനായിട്ട് നോക്കി സഹായിക്കാം. വേണ്ട ഞാൻ എന്താ റെഡിയായി കഴിയുമ്പോൾ വിളിക്കാം. ഇനി അടുത്ത എന്നാടാ? പായസം വെച്ചോണ്ടിരുന്ന ആളെ കണ്ടില്ല. അങ്ങനെ വരുമ്പോ നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് ഒരു 3 എണ്ണം, ഞാൻ ഉപ്പുപാത്രം ഒന്നും എടുക്കാൻ പോയതായിരുന്നു. ഇതിന്റെ അകത്തുനിന്ന് 2 എണ്ണം. ഒരുപാട് എടുക്കണ്ട, ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ പായസത്തിന് ടേസ്റ്റ് കുറയും. നമ്മുടെ സേമിയയും ചവ്വരിയും എല്ലാം വെന്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് അതിനാവശ്യമായ പഞ്ചസാര, മധുരത്തിന് പഞ്ചസാര കേട്ടോ. പഞ്ചസാര ഒത്തിരി മധുരം വേണ്ട കേട്ടോ, ഒത്തിരി ഓവർ മധുരം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. വേണമെങ്കിൽ നമുക്ക് പിന്നെ ആളും ഇട്ട് കൊടുക്കാമല്ലോ, നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കപ്പൊടിയൊക്കെ ഇട്ടെന്ന് തോന്നുന്നു. ഏലക്കാപ്പൊടിയൊക്കെ ഇടാൻ പോകുന്നേ ഉള്ളൂ. ആണോ? പൊടിച്ച് വെച്ചാൽ തന്നെ വേണോ അല്ലേ? ഏലക്കായും ചുവപ്പും പൊടിച്ചിട്ടാ. നമുക്ക് ഇച്ചിരി തീയൊക്കെ കുറച്ച് കൊടുക്കാം, ഇച്ചിരി തീയൊക്കെ കുറക്കാം. ആവശ്യത്തിനുള്ള ഒരു ശകല ഉപ്പുപൊടി, ഒരു നുള്ള, പിന്നെ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചത്. കുട്ടുമോനെ പപ്പ അപ്പുറത്ത് തിണ്ണയിലിരുന്ന് അച്ഛമ്മേനെ വിളിക്കുക, അച്ഛമ്മേനെ വിളിക്കുക കേട്ടോ. ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ ഹാപ്പി ഈസ്റ്റർ എന്ന് കിടന്ന് അലറുന്നുണ്ട്. അതിലൊക്കെ ആൾക്കാർ കേട്ടോ, അച്ഛമ്മ കേട്ടോന്ന് അറിയത്തില്ല. ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ പറയുന്നത്. അന്നേരം ഇതെല്ലാം റെഡിയായി. തുറന്നേടി, തുറക്കടി. നോക്കി എങ്ങുണ്ട്, മധുരം കറക്റ്റാണ്. ഇനി നമ്മള് ഇത് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മള് കശുവണ്ടി മുന്തിരി വറുത്ത നെയ്യാണ്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ്, പിന്നെ റെഡിയായില്ലേ, സെറ്റായി. ഗ്ലാസ് പോയി എടുത്തോ. പായസം റെഡിയായി. ഇപ്പം തന്നെ വേണം കോരി കുടിക്കാൻ, ചൂടാന്നേ ഉള്ളൂ. ഒരു ഇച്ചിരി സെറ്റ് ആവട്ടെ എന്നിട്ട് കുടിക്കാം. പായസം കുടിക്കാൻ വേണ്ടിയുള്ള സന്തോഷം കേട്ടോ നമുക്ക് രണ്ടിനും കൂടെ ഇരിക്കാന്ന് ബാക്കില്. അല്ലേ, ഇത് വിഷുവിന്റെ പായസമാണോ? വിഷുവിന്റെ പറയാം. വിഷുവിന് ശ്രീകുട്ടന് ഞാൻ പായസം വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു കേട്ടോ. തിരക്ക് കാരണം സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പൊ എടുത്ത് കുടിച്ചോ. അപ്പൊ മോളൊന്ന് കുടിച്ചിട്ട് നോക്കി കൊള്ളാം കേട്ടോ. അതിന്റെ ഡെക്കറേഷനൊക്കെ മണ്ടയിലൊരു മുന്തിരി, നല്ലൊരു കശുവണ്ടിപ്പരിപ്പും. ഓരോ ഗ്ലാസ് കൂടെ എടുക്കാനുണ്ടോ? പിന്നെ വൈകിട്ട് ചായ കുടിച്ചില്ല. ചായ കുടിച്ചാൽ പിന്നെ പായസം കുടിക്കാൻ നമുക്ക് ഒരു മടുപ്പ്. എല്ലാം പാലല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചായ വേണ്ടെന്ന് വെച്ചത്. പായസം കുടിച്ചു. ചൂടാണോ? ഭയങ്കര ചൂടാണ്. കൊച്ചു നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ആരും കൊച്ച് കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് രണ്ടു തൊട്ട് ചവച്ചൊക്കെ നോക്കിട്ട് കേട്ടോ പറയണേ. കൊള്ളാവോ വേണം. അപ്പൊ നാളെയാണ് ഈസ്റ്റർ അല്ലേ? ഇന്ന് ഭയങ്കര തിരക്കാ സിറ്റിയിലൊക്കെ, നല്ല ആളും ബഹളവും. കുറേ മൃഗങ്ങള് മരിച്ച ദിവസമാണ് ഈസ്റ്റർ പ്രമാണിച്ച്. അതെ അതെ അതെ. കശാപ്പ് കടയിലൊക്കെ ഭയങ്കര ജനത്തിരക്കായിരുന്നു. കോഴിക്കട, കശാപ്പ് കട, ഇതിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്നിവിടെ ബയറിങ്ങിന്റെ പണിക്കൊന്ന് ചേട്ടൻ പറഞ്ഞു 10 മണിക്ക് പോയിട്ട് ഇറച്ചി കിട്ടിയില്ല, 1 മണിക്ക് പോയിട്ട് കിട്ടിയില്ല, പിന്നെ ഇപ്പം പോയാൽ മേടിച്ചേന്ന്. അത് ഈ പോത്തൊക്കെ മേടിക്കാനായിട്ട് രാവിലെ മാടൊക്കെ വിട്ടത്. പോത്ത് തന്നെ മേടിക്കാനായിട്ട് ഉച്ച കഴിഞ്ഞൊക്കെ അല്ലെങ്കിൽ തിരക്കാ, ക്യൂ ആണ്. അതെ, പിന്നെ കശാപ്പുകാരെല്ലാം ഒന്ന് ചിരിക്കുന്ന ദിവസം. അതെ അതെ. അപ്പൊ എല്ലാവരും അടുത്ത് ഉപ്പാടും വന്ന് കാണും കേട്ടോ, രാവിലെ തൊട്ട് ജോലിയല്ലേ. അപ്പൊ പപ്പയും കൂടെ കുടിച്ചേ. അപ്പം നല്ലതാണ് എന്ന് കൊച്ചു പറഞ്ഞു. ഞാൻ നോക്കട്ടെ, മുന്തിരിയൊക്കെ ഒന്ന് പിന്നെ കഴിക്കാം. അതെ, ഇത് ഇച്ചിരൂടെ വിസ്താരമുള്ള പാത്രത്തിൽ എടുക്കണമായിരുന്നു. വലിയ പാത്രത്തിലാണെങ്കിൽ അളവും കൂടുതൽ കിട്ടും. ഞാനും പറയാൻ വരുമായിരുന്നു, ഗ്ലാസ്സിലെ കൊണ്ട് ഒഴിച്ചിട്ടേ. അങ്ങനെയല്ല, പപ്പായ്ക്ക് പിന്നെ അരിപ്പായസം വെച്ചാലും സേമിയ പായസം വെച്ചാലും ഈ സ്റ്റീൽ പാത്രം ഇല്ലേ, ഇങ്ങനെ നമ്മള് കഞ്ഞിയാ കുടിക്കുന്നത്, ആ പാത്രത്തിൽ കൊടുക്കുന്ന പപ്പായ്ക്ക് ഇഷ്ടം. ഒന്ന് പെട്ടെന്ന് ചൂടുവാറും ചൂടാവും, പെട്ടെന്ന് കോരി കുടിക്കാൻ എളുപ്പം. അങ്ങനത്തെ പാത്രത്തിൽ കൊടുക്കുന്ന ഇഷ്ടം. അടിപൊളി. അതെന്നാന്ന് വെച്ചാൽ മുന്തിരി. നീ നിന്റെ പാത്രത്തിൽ നോക്കി കഴിക്കടി താക്കറി. നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ട്, എല്ലാരും കൂടെ ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ. നല്ല വഴുതനങ്ങയൊക്കെ മൂത്ത് ഇഷ്ടം പോലെ നിൽക്കുന്നത് കേട്ടോ. ഞാനുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ വെക്കുന്നത്. ഇവരങ്ങനെ വലുതും പറിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇന്നാള് ഞാൻ ഓർക്കണം, നമ്മുടെ ഒരു ചേച്ചി മെസ്സേജ് ചോദിച്ചു, ശ്രീകുട്ട വഴുതനങ്ങ ഉണ്ടായി തരാമെന്ന്.
കൊറിയർ എന്താ മേടിച്ചു കൂടെ നമുക്ക് ഇല്ലായിരുന്നോ? അതെ. എന്നിട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഒരു ചെറുത് അയച്ചു കൊടുത്തു സാധനത്തിന്റെ കൂടെ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ 2-3 വഴുതനങ്ങ ഉണ്ടായിരുന്നു. അത് വലുതായി, അത് ഒത്തിരി പഴുത്തും പറിക്കൊക്കെ ആ മൂടങ്ങ് പോയി. അത് കഴിഞ്ഞ് ഈയിടെ പപ്പ ഒരു തൈ നട്ടതാ. ആ തയ്യെന്നാണ് ഇത്ര ഉണ്ടായത്. എല്ലാം കണ്ടിട്ടുണ്ടല്ലോ. 1-2 എണ്ണം കണ്ടിച്ചാ മതി. നിനക്ക് തോരൻ വെക്കാൻ മാത്രം. അത് മൂത്ത് അല്ലേ? അത് മൂത്ത് പോയി. അത് നമുക്ക് വിത്തിനെടുക്കാം. കണ്ടിച്ചോ? ആ ചെറിയ മണ്ണൊക്കെ ഉണ്ട് കേട്ടോ, മഴ പെയ്തിട്ടേ. അതൊന്ന് കണ്ടിക്കാ. ഒരു വഴുതന മതി, ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള കിട്ടും. 2-3 ഉണ്ട് കേട്ടോ. 2 കണ്ടിക്കാം, അത് മതി. ഒരുപാടായി കഴിഞ്ഞാൽ അവിടെ പോയി വഴുത്തു പോകും. കൂടെ 2 വെക്കണം എൻ്റെ വീട്ടില്. ഈ യൂറിക് ആസിഡ് ഉള്ളവരെ വഴുതനങ്ങ കൂട്ടി ഇറന്നൊക്കെ എല്ലാരും പറയുന്നത്. പപ്പായ്ക്ക് ചെറുതായിട്ട് യൂറിക് ആസിഡിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പപ്പായ്ക്ക് വഴുതനങ്ങയോട് വലിയ പ്രിയമില്ല. എന്നാലും എല്ലാം നടും കേട്ടോ. എന്തായാലും നമ്മള് കൂട്ടിക്കാട്ടെന്നൊക്കെ ഓർത്തോണ്ട് എല്ലാ വകയും നട്ടുവെക്കും. ചെറിയ പയറല്ലേ? അത് മറ്റേ കടിച്ചു തിന്നുന്ന കൂട്ടല്ലേ? കഴുകിയിട്ട് കടിച്ചിട്ടുണ്ടെ മണ്ണ് കാണും. പുഴുണ്ട് കേട്ടോ, പുഴു കയറുന്നുണ്ട്. കടിച്ചു തിന്നണ്ട, കഴുകിയിട്ട് കടിച്ചു തിന്നല്ലോ. കുറ്റിപ്പയറാ. അപ്പൊ ഇന്ന് ഞായറാഴ്ച ഈസ്റ്റർ ആണ്. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ പറയുമ്പോ കത്തിയും പിടിച്ചോണ്ടിരിക്കുന്നു, അത് ശരിയല്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. കുട്ടമോന് രാവിലെ ഇച്ചിരി പണിയൊക്കെ ആയിരുന്നു, കഴിഞ്ഞ് ചെന കയറി കിടന്ന് ഉറങ്ങുവാണ്. ഞാൻ രാവിലെ ഫുള്ള് തിരക്കായിരുന്നു. രാധമ്മയുടെ മോട്ടറും വെള്ളം അടിക്കുന്ന മോട്ടർ കിണറ്റിന്നുള്ളത് കംപ്ലൈന്റ് ആയി. അപ്പൊ അത് പോയി പൊക്കിയിട്ട് വന്നേ ഉള്ളൂ. അപ്പം ഇന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കണം. ഇനി 2-3 ദിവസം കൂടെ ഉള്ളു എനിക്ക് പോണം. അപ്പൊ അതിന്റെ സങ്കടത്തിലാ. പോണോ നമുക്ക്? പിന്നെ പോകണ്ടേ? അതെ, എന്തൊരു ചോദ്യമാ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ മനസ്സേ ഇല്ല. എനിക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ പേരക്കയും മാങ്ങയൊക്കെ തിന്ന് ഞാൻ നടക്കാലോ. ഇന്ന് എന്നാ സ്പെഷ്യൽ എന്നറിയാവോ? ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാവരും ഇറച്ചിയും മീനും ഒക്കെയാണ് കറി വെക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ ബീഫ് വൈകിട്ട് കറി വെച്ചായിരുന്നു, അതേ കൂട്ടി ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് ശ്രീകോട്ടന് വെണ്ടയ്ക്ക തീയലും പയറും മെഴുക്കോട്ടയും വേണമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഇഷ്ടമുള്ള സാധനം പയറ്, മറ്റേ വള്ളിപ്പയറ് തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെക്കുന്നത്. അതും മെഴുക്കോട്ടി വെച്ച് വെണ്ടയ്ക്ക അടിപൊളി ഒരു വെണ്ടയ്ക്ക തീയലും വെച്ച് കൊടുക്കാന്ന് ഓർത്തോണ്ടായിരിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യലാണ്. ഈ നാളെ ഇനി ഉച്ച കഴിയുമ്പോൾ കോട്ടയം വരെ പോകണം. കോട്ടയത്തിൽ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം പോകുന്നതിനിപ്പം കോട്ടയത്തിൽ നിന്ന് പോകണം. നമ്മുടെ പ്രാഷൻ പൂട്ട് വളർന്നു കയറി കണ്ടോടാ? ഞാൻ ഇതിന്റെ ഇലയെല്ലാം പറിച്ചിട്ടുണ്ട്. പാവയ്ക്ക ആണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ട് പറിക്കാതെ അത് മുരടിച്ചു പോയി അല്ലേ? എല്ലാം കേടായിപ്പോയി. കേടായിപ്പോയി. ഇത് പറിച്ചിട്ട് എപ്പോഴും വേറെ നടാൻ പറയാമെന്നോ? അതിനിപ്പോ ഈ അടമഴ മാറട്ടെ നിർത്തണ്ട. ഇല്ല, ഈ ഇപ്പം വിത്ത് നട്ടാല് മഴ കാരണം കേറി വരത്തില്ല. ഇങ്ങനെ മുരടിച്ചു നിൽക്കും അല്ലേ? 4-5 ദിവസമായിട്ടേ നല്ല മഴയല്ലേ. ആ കറുത്ത വഴുതനങ്ങ കണ്ടോ? കുഞ്ഞ വഴുതനങ്ങ ഉണ്ടായി വരുന്നേ. ഇത് വലിയ കത്തിരിക്ക കടയിലെ കണ്ടെണ്ണം. മഞ്ഞയും വയലറ്റും അല്ലേ? വയലറ്റും നീലയും എല്ലാം ഉണ്ട്. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാ ഈ കത്തിരിത്തയ്യൊക്കെ കേട്ടോ. അതെ അതെ, അതുകൊണ്ട് നട്ടു വെച്ചതാണ്. ഇത് സാമ്പാറോ അവിയലോ വെക്കുമ്പോൾ ഞാൻ ഒരെണ്ണം വന്ന് എടുത്തോണ്ട് പോകും, ബാക്കി ഇവിടെ ഇട്ടേക്കും. പക്ഷെ അത് 2-3 കായ ഉണ്ടായിട്ട് പോകുന്ന അപ്പുറത്തെ ചേച്ചി പറഞ്ഞേ. കായില്ല. മയിലുകുഞ്ഞുണ്ടാകുമ്പോഴല്ലേ ഇവര് വീഡിയോ കോൾ വിളിച്ച് കാണിക്കും കേട്ടോ. അപ്പം മൊയില കൃഷി നിർത്തിയിട്ടൊന്നും ഇല്ല, ഇഷ്ടംപോലെ മൊയിലൊക്കെ ഉണ്ട്. എല്ലാം അപ്പൊ പുല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. കിടക്കോ വിശ്രമവേള, വെയിലും കൂടെ അല്ലേ? 2 കറുത്ത കുഞ്ഞ്, 2 ചാരക്കുഞ്ഞ്. ഇതിനെക്കാട്ടി ഇച്ചിരി വലുപ്പമുണ്ടല്ലേ? ആണോ? എല്ലാത്തിനെക്കാട്ടി ഇച്ചിരി വലുപ്പമുണ്ടായി. അവൻ മിടുക്കന, എല്ലാം തിന്നു. അവൻ എല്ലാ കൂട്ടവും തിന്നുന്നേടാ, അതുകൊണ്ട് അവൻ ആരോഗ്യമുണ്ട്. മൂത്ത കുഞ്ഞായിരുന്നു കാണും. ഒറ്റയ്ക്ക് ഒരെണ്ണമുണ്ട്, അത് വലുതായി. പിന്നെ കണ്ടമാല അപ്പൊ കിടപ്പുണ്ട്. ഇത് ചക്കിമാല കേട്ടോ. കണ്ടമാല കിടക്കുന്നു. കൊടുത്തതാ, അടുത്ത വീട്ടിലെ ചേച്ചിക്ക് നമ്മൾ കൊടുത്തു കേട്ടോ. പിള്ളേരെ പിടിക്കണ്ട, മാന്തു. അയ്യോ, നല്ല കുഞ്ഞുങ്ങളാ, നല്ല കുഞ്ഞുങ്ങളൊക്കെയാ. കറുപ്പായോണ്ടേ
കറുത്തതിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. കൂടിനകത്തിരുന്ന് കഴിഞ്ഞാൽ കാണത്തില്ല. കാണത്തില്ല. പേടിയാണ്. എന്താ കണ്ണുവാണേ ഉണ്ടായിരുന്നു ചുമന്ന കണ്ണുള്ളതൊക്കെ. ഇതിനൊരു നീല കണ്ണ് പോലെ കണ്ടോ? അതാ ഞാൻ നോക്കി. ഇതിന്റെ കണ്ണൊരു പ്രത്യേകത, ഇച്ചിരി നല്ലോണം മിഴിഞ്ഞിട്ടോ. ആ മയിലിന്റെ കണ്ണൊക്കെ നോക്കി, ഇത്തിരി ഉള്ളിലോട്ടായിട്ടല്ലേ. നീല കളറാ കണ്ണിന്. നീല കളറാണോ? കാണട്ടെ. നീല കളറാണ്. അതെ, എന്തോരം വ്യത്യാസം ഉണ്ടാക്കുന്നതിന്. വ്യത്യാസമുണ്ട്. രോമം കുറവാ. സേറനെ ഒന്ന് കാണിച്ചു നോക്കിക്കേ, ഇപ്പൊ ചാടും. ഒന്നും ചെയ്യൊന്നുമില്ല. കമ്മുമായിരിക്കും ചിലപ്പോ. അടുത്ത് വെച്ചോ. ഇപ്പൊ വെയിലായില്ലേ, ഇനിയിപ്പോ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മുയല്, കോഴി, പട്ടിയൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ മുടങ്ങാതെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല വെയിലാണ്. ഇപ്പോൾ കോട്ടയത്ത് എറണാകുളത്തൊക്കെ ചൂടറിയാലോ. അപ്പം അങ്ങനെയുള്ളൊരു വീട്ടിൽ നമുക്ക് തന്നെ എന്നാ ചൂട്. അപ്പം മൃഗങ്ങൾ എങ്ങനെ സഹിക്കും? അതെ അതെ. വെള്ളമൊക്കെ ഒഴിച്ച് പ്രോപ്പറായിട്ട് കൊടുക്കുക. മുറ്റത്തൊക്കെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെക്കുക. കിളികളൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പറന്ന് നടക്കട്ടെ. ഇവിടെ പിന്നെ എപ്പോഴും വെള്ളമുണ്ട്. ഇത് അവിടെ ഇവിടെ എല്ലാം ഈ ചെടി നനയ്ക്കാൻ വേണ്ടി ബക്കറ്റിനകത്ത് വെള്ളം അപ്പം ഇങ്ങനെ വെച്ചേക്കും. ഈ ഉണ്ടാക്കാത്ത എപ്പോഴും വെള്ളമുണ്ട്. ഇവിടെ ഉണ്ട്. പിന്നെ അവിടുത്തെ ജാറാണെങ്കിൽ അടച്ചിടുന്നില്ല, മഴവെള്ളം പിടിക്കുന്നത്. കിളികളൊക്കെ അതിനകത്ത് വന്ന് കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ജനലിലേക്ക് നോക്കുമ്പോഴേ ഒപ്പച്ചുണ്ട് പാവലൊക്കെ ഇട്ടിട്ട് പാവല് കയറി പോകുന്നുണ്ടോ? നമ്മുടെ കാട്ടുപാവയ്ക്കായ ചെറിയ പാവയ്ക്ക മുഴുത്തതില്ലേ, തീരെ ചെറുതല്ല, മുഴുത്ത. അപ്പൊ ഇതിന് രണ്ടു മൂന്നും പറിച്ചായിരുന്നു. അതിന് നല്ല കയ്പാ, ഈ കൊളസ്ട്രോളിന് നല്ലതാ. ഏതാണ്ടൊക്കെയോ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മാളക്കുട്ടിക്ക് പാവയ്ക്ക ഇഷ്ടമില്ലാത്തതുണ്ടല്ലോ, പാവയ്ക്ക ഒന്നും നടന്ന് അവർക്ക് ഇഷ്ടമില്ല. വെണ്ടയ്ക്ക വിത്തിന് നടത്തിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പരിപാടികളൊക്കെ? നിങ്ങളുടെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ വെയിലത്ത് വന്നപ്പോഴേ വെയിൽ കൂടി ഓരോന്നോരം ഉണങ്ങി പോകാൻ തുടങ്ങി. വെള്ളം കൂടെ വേണ്ടേ ഒഴിക്കാൻ? കൊതുകുണ്ട് കേട്ടോ. കൊതുകുണ്ട്. 2-3 മാസം ആയില്ലേ നീ ഇപ്പം പോയിട്ട്? ഈ 2-3 മാസത്തിനുള്ളിൽ നീ വന്നിട്ട് ഞങ്ങൾ എന്തേലും ഒക്കെ മെച്ചപ്പെടുത്തി ചെയ്തോ? കുറച്ചേറെ ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മിറ്റമൊക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ ചെടിയൊക്കെ വെയിൽ ഇവരെടുത്ത് മാറ്റി വെച്ചു, വെയിൽ കൊള്ളാതെ. ഞങ്ങളെല്ലാം പുറകിലോട്ട് എടുത്ത് വെച്ചായിരുന്നു. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സേറേനെയും പിള്ളേരെ ഇവര് പൊന്നുപോലെ നോക്കി. അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്.